നമ്മുടെ ടെറസിലെ ചെറിയ ഒരു വിളവെടുപ്പാണ്. ചെറിയതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് വെള്ളമെടുത്ത് വെച്ച് വലിയൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കുകയാണ്. അതായത് കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു. പാവയ്ക്കയൊക്കെ വലിയ പാവയ്ക്കയൊക്കെ ആദ്യം വിളവെടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം വന്നത് കുറച്ച് വലിപ്പം കുറവാണെങ്കിലും നമുക്കൊരു തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ വിളഞ്ഞ് നിൽക്കുകയായതുകൊണ്ട് ആ ചെറുതിനെ എല്ലാം കൂടെ എടുക്കുന്നു. പിന്നെ ഒരു കോളിഫ്ലവറും കൂടെ എടുക്കാനുണ്ട്. കാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, തക്കാളിയുണ്ട്. ഈ ശീതകാല പച്ചക്കറികൾ പാവം അവർ നമ്മൾ ശീതകാലമൊക്കെ കഴിഞ്ഞു എന്നിട്ടും അതൊക്കെ അതിജീവിച്ച് അവർ നല്ല വിളവ് തരുന്നുണ്ട്. ശീതകാല പച്ചക്കറികൾ നമ്മൾ കുറേ മുമ്പേ സാധാരണ നട്ട് എല്ലാവരും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നട്ട് നവംബറിൽ തന്നെ വിളവെടുത്താണ്. അതിനുശേഷം ഡിസംബറിലെടുത്തു. ഇനിയും ചെറിയ കുറച്ച് തൈകൾ നിൽപ്പുണ്ട്. കോളിഫ്ലവറും കാബേജും ഒക്കെ നിൽപ്പുണ്ട്. അവർക്കൊക്കെ ഇച്ചിരി ഐസ് വാട്ടറൊക്കെ ഒഴിച്ച് കൊടുത്ത് പറ്റിച്ച് ശീതകാലമാണെന്ന് വരുത്തി അവരെ നമ്മളിവിടെ ഇങ്ങനെ വളർത്തുകയാണ്. പറ്റിച്ചൊന്നും അല്ല കേട്ടോ, സ്നേഹപൂർവ്വം അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ സാമാന്യം വലിയ പൂവുകളൊക്കെയാണ് കിട്ടുന്നത്. 2 പൂവ് താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് കുറേ തക്കാളിയും കോളിഫ്ലവറും നമ്മൾ പിച്ച് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു കോളിഫ്ലവറും കൂടി ഒന്ന് എടുക്കണം. നിർത്തിയേക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇച്ചിരി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒടിച്ചിങ്ങെടുക്കുക. ഇപ്പോൾ എന്നിട്ട് ആ ബാഗിൽ ആ കോളിഫ്ലവറിനെ നിർത്തിയിരിക്കുവാണ്. അത് ഞാനൊരു എവിടെ ഒരു വീഡിയോയിൽ കേട്ടതാണ്. അങ്ങനെ നിർത്തിയിരുന്നാൽ അടുത്ത ഫ്ലവർ നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ ഇപ്പോൾ പൊട്ടിക്കിളിക്കും പൂ വരുമെന്ന് വിചാരിച്ച് നോക്കുമായിരുന്നു. പക്ഷേ അങ്ങനല്ല. ഇന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും അടുത്ത തൈ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് ഒരു പൂവും കൂടെ പ്രതീക്ഷിക്കാം. എന്തായാലും അതുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഒടിച്ചിട്ടും. അതുപോലെ തന്നെ കാബേജ് ഒടിച്ചിട്ട് അതിൻ്റെ തണ്ടവിടെ നിർത്തിയിരിപ്പുണ്ട്. അതിനകത്തുനിന്ന് വീണ്ടും ഇല വരും. നമുക്ക് ആ ഇലകളെ തോരനാക്കാം. അത് ഉരുണ്ടൊന്നും വരത്തില്ല, പക്ഷേ ഇലകൾ കിട്ടും. നോക്കിയേ, ഇത്ര ലാഭകരമാണ്. നമ്മളൊന്ന് കഷ്ടപ്പെട്ട ഈ കോളിഫ്ലവറും കൂടി ഇങ്ങനെ എടുക്കുന്നു. സുന്ദരന്മാരായ തക്കാളിയും പാവയ്ക്കയും വഴുതനങ്ങയും പച്ചമുളകും ഇരിക്കുന്ന മുറത്തിലേക്ക് ഒരാൾ കൂടി. നോക്കിയേ, 2 കോളിഫ്ലവർ സാമാന്യം നല്ലത്. പിന്നെ കാബേജ് ഇച്ചിരി ചെറുതാണ്, കുഞ്ഞന്മാരാ. നല്ല തക്കാളി, പാവയ്ക്ക, വഴുതനങ്ങ, പച്ചമുളക്. എന്തൊരു സന്തോഷം. ബായ്.